Welcome to history class. Today we have to study about chapter 1 of standard 7, tracing changes through 1,000 years. First you know that we have to study about the changes of history about 1,000 years. You also take a test. What are the changes? You already studied changes in religious field and certain new regions are emerged during this time, and there was a certain social and political groups emerged during this time. What are the changes? Religious, new and old religions emerged during this time. The thousands of years of history that we are exploring the major developments in religious traditions. അതായത് നമ്മൾ 1000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അതിനെക്കുറിച്ചാണ്. അതായത് എന്തെല്ലാം റിലീജിയസ്, അതായത് മതപരമായ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ സമയത്ത് ഹിസ്റ്ററിയിൽ ഉണ്ടാകുന്നത്. പീപ്പിൾസ് ബിലീവ് ഇൻ ദ ഡിവൈൻ വാസ് സംടൈംസ് ഡീപ്ലി പേഴ്സണൽ ബട്ട് മോർ യൂഷ്വലി ഇറ്റ് വാസ് കളക്റ്റീവ്. അതായത് ആൾക്കാർക്ക് ദൈവത്തിൽ വിശ്വാസം അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. But the collective belief in supernatural agency, the religion, was often closely connected with the social and economic organization of local community. അപ്പം ഓരോരുത്തരുടെയും വിശ്വാസം, സൂപ്പർ നാച്ചുറൽ ബിലീഫ്, ദാറ്റ് ചേഞ്ചസ് ദാറ്റ് വാസ് കണക്റ്റഡ് വിത്ത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഓർഗനൈസേഷൻ ഓഫ് ദാറ്റ് ടൈം. അതായത് റിലീജിയസ് ബിലീഫ് എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിലെ സാമൂഹ്യ സാമ്പത്തിക സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. During this period that important changes occurred in what we call Hinduism, and great changes were happened during this time in Hinduism, and these included worship of new deities, the construction of temples by royalty, and growing importance of Brahmanas, the priests and dominant groups in the society. What are the changes that took place during this time? എന്തൊക്കെ മാറ്റങ്ങളാണ് ഹിന്ദുയിസത്തിൽ നടത്തപ്പെട്ടത്? They worshipped a new deities, പുതിയ വിഗ്രഹ ആരാധന, പുതിയ ആരാധനാമൂർത്തിയെ അവർ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. Then they construct temples, and it was built with the help of royals, അതായത് രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ, അതായത് അവരുടെ നേതൃത്വത്തിലാണ് പുതിയ പുതിയ അമ്പലങ്ങളൊക്കെ പണിതു. ആൻഡ് ദാറ്റ് ടൈം ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു ബ്രാഹ്മണാസ്. അപ്പം സമൂഹത്തിലെ ഡൊമിനൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പായി ബ്രാഹ്മൺ റിലിജൻ വളർന്നു വന്നതും ഈ കാലഘട്ടത്തിലായിരുന്നു. അപ്പം ബ്രാഹ്മണാസ് ടുക്ക് എ ഗ്രേറ്റ് പ്ലേസ് ഇൻ ദി സൊസൈറ്റീസ്. വൈ? ബിക്കോസ് their knowledge of Sanskrit text earned the Brahmanas a lot of respect in society. Why? Because they have a knowledge of Sanskrit. അതായത് സംസ്കൃതത്തിൽ നല്ല അറിവുണ്ട് ആർക്ക്? ബ്രാഹ്മണാസിന്. അപ്പം ദി ക്യാൻ റീഡ് ദ വേദാസ്, അല്ലേ? വേദങ്ങളൊക്കെ വായിച്ച് പഠിക്കാൻ ആർക്കേ കഴിയുന്നുള്ളായിരുന്നു? സമൂഹത്തിൽ ബ്രാഹ്മണാസിനെ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് സമൂഹത്തിൽ അവർക്ക് കൂടുതൽ പ്രാതിനിധ്യ സമൂഹത്തിൽ കിട്ടിയത്. And their dominant possessions was consolidated by the support of their patrons, because they were supported by patrons. Who were called patrons? Patrons എന്ന് വിളിക്കുന്ന ആരെയാണ്? An influential wealthy individual who supports another persons. അപ്പോൾ വെൽത്തി ആയ സമൂഹത്തിൽ സ്വാധീനമുള്ള വെൽത്തി ആയിട്ടുള്ള വ്യക്തികൾ. അപ്പം they were supported by another persons, they were supported by artists or craft persons or learned men. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടും ആർക്കുണ്ട്? ഈ പേട്രൻസ് ഉണ്ട്. അപ്പോൾ ഈ പേട്രൻസ് ആണ് ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? കൂടുതലും ബ്രാഹ്മണാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. One of the major developments of this period was the emergence of bhakti, and this speciality of this time was the emergence of a bhakti movement. And there is a loving of personal deity, and devotees can reach without the aid of priest or elaborate rituals. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീസ്റ്റ് ചെയ്യുന്ന വളരെ വിപുലമായ റിച്വൽസ് എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ, അത് സമൂഹത്തിൽ വളരെയധികം അതായത് സ്വീകരിക്കപ്പെട്ടിരുന്നു. അന്നത്തെ ആചാരങ്ങൾ
Then this was a period a new religions appeared in the subcontinent. അപ്പോൾ ഹിന്ദുയിസത്തിൽ ഇങ്ങനെ മറ്റ് പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിൽ മറ്റൊരു മാറ്റം കൂടെ വരുവാണ്. എ ന്യൂ റിലിജൻ ഓൾസോ അപ്പിയർഡ് ഇൻ ദി സൊസൈറ്റി, ദാറ്റ് ഈസ് the merchants and migrants from first brought teachings of Holy Quran in India in the 7th century. Then what happened? In the 7th century, a new group, religious group reached in the Indian society, that is Muslims. Because Holy Quran, the merchants brought teachings of Holy Quran in Indian in the 7th century. Muslims regard the Quran as the holy book and accept the sovereign of the one God. And Muslims എന്ന് പറഞ്ഞാൽ അവരുടെ ഹോളി ബുക്കാണ് ഖുറാൻ. അപ്പോൾ അവരുടെ their only God Allah, and whose love, mercy and bounty embrace all those who believe in him without regard in social background. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദയെക്കുറിച്ചും ഒക്കെയാണ് അവർ കൂടുതലും ഈ ഹോളി ബുക്കിൽ കൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു തരുന്നത്. There were Shia Muslims who believed. There was two groups, Sunni and Shias. There was Shia Muslims who believed that Prophet Muhammad's son-in-law Ali was the legitimate leader of Muslim community. Ali was the other legitimate leader who believed that Shia Muslims. And the Sunni Muslims who accepted the authority of the early leaders, the Khalifas. They accepted the authority of Khalifas and succeeding Khalifas. അല്ലേ, അവർ ആരുടെ അധികാരം ഇഷ്ടപ്പെട്ടു? അതായത് ഖലീഫാസിൻ്റെ സൂപ്രമസി വിശ്വസിച്ചിരുന്നവരായിരുന്നു സുന്നി മുസ്ലിംസ്. Then there was a division of society that happened during this time, historical division of historical periods. In the middle of the 19th century, the British historians divided history of India into three periods. അപ്പം 19th century, the middle of 19th century, the British historians divided Indian history into three periods. That is Hindu, Muslims and British. മൂന്ന് ചരിത്രത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: ഹിന്ദുസ്, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ്. The division was based on the idea of religion of rulers was the only important historical change. That were no other significant developments, that is in the economy, society or culture. അതായത് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയ ഓഫ് റിലിജിയൻ ഓഫ് എ റൂളേഴ്സ്. ഇറ്റ് ഈസ് എ ഡിവിഷൻ ബേസ്ഡ് ഓൺ ദി ഐഡിയ ഓഫ് എ റിലിജിയൻ ഓഫ് എ റൂളേഴ്സ്. അതായത് അതുകൊണ്ടാണ് ഹിന്ദു, മുസ്ലിം എന്ന ബ്രിട്ടീഷ് എന്ന മൂന്ന് ഗ്രൂപ്പായിട്ട് വന്നത്. അതായത് അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് മോഡേൺ എന്നൊക്കെ ഇല്ലേ, ഏൻഷ്യൻറ്റ് മെഡീവൽ ആൻഡ് മോഡേൺ എന്നാണ് ഹിസ്റ്ററി വാസ് ഡിവൈഡഡ്. But this time give more importance to religion. That is why this division happened. Okay, that our first lesson is over. You read it well and study it well. Okay, thank you.